ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയൊരു ശത്രു ആരാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിസിനസ്സുകാരുടെ എന്ന് മാത്രമല്ല, നമ്മളുടെ എല്ലാം ഏറ്റവും വലിയൊരു ശത്രു നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മനസ്സ്. പലരും ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് പല ബിസിനസ്സുകാരും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഡ്രീം ഉണ്ടാവും, ഒരുപാട് ഗോൾ ഉണ്ടാവും, വിഷനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു വലിയൊരു ശത്രുവുണ്ട്, നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സംഭവം. ഈ ഒരു മനസ്സിൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും അടക്കം നമ്മളിൽ പലരും. എന്നാൽ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു ക്രിയേറ്റർ മോഡിലേക്ക് വരാം, എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റാർട്ട് ബിഫോർ യുവർ മൈൻഡ് ഈസ് റെഡി. നമുക്കൊരു കോണ്ടന്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ മനസ്സിൽ വിചാരിച്ചു എങ്കിൽ നമ്മുടെ മനസ്സൊരിക്കലും പറയില്ല നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ തുടങ്ങിക്കോ എന്നൊരിക്കലും മനസ്സ് പറയില്ല. മനസ്സെല്ലായ്പ്പോഴും പറയാം ആയിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കണം, ഇന്ന് ശരിയാവില്ല, ഇന്ന് മൂഡ് ശരിയില്ല, നമുക്ക് തിങ്കളാഴ്ച തുടങ്ങാം. ഇങ്ങനെ ഒരുപാട് എക്സ്ക്യൂസാണ് നമ്മുടെ മനസ്സ് നമ്മൾക്ക് തരിക. ഇതിനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യമായിട്ട് ഇതിന് തയ്യാറാവുക. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് പെർഫെക്ഷൻ വരുള്ളൂ. തുടങ്ങിയാൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാം സംഭവിക്കുകയുള്ളൂ. സോ നമ്മളങ്ങോട്ട് തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഇതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. സ്റ്റാർട്ട് ബിഫോർ യുവർ മൈൻഡ് ഈസ് റെഡി. മൈൻഡിന് നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. രണ്ടാമത്തെ കാര്യം ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് എന്നുള്ളതാണ്. നമ്മൾ ആരെയും ഇംപ്രസ് ചെയ്യാനോ നമ്മൾ ആരെങ്കിലും അപ്രീസിയേഷന് വേണ്ടിയിട്ടോ ആരെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ ഒന്നും നിങ്ങളൊരു ക്രിയേറ്റർ മോഡിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇതൊരു ജെന്യൂനായിട്ട് നമ്മളെല്ലാവരും ബിസിനസ് ഓണേഴ്സാണ്. നിങ്ങൾ ഏത് ബിസിനസ് ആണെങ്കിലും കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റ് സോൾവ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ ഓഡിയൻസ് അഭിമുഖീകരിക്കുന്ന ഏത് പ്രോബ്ലത്തെയാണ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം എൻ്റെ ഉദ്ദേശം. സോ ഹെൽപ്പ് ചെയ്യുക, കുറച്ച് വാല്യൂസ് കൊടുക്കുക. ഐദർ എഡ്യൂക്കേഷൻ കണ്ടന്റ് ആയിരിക്കും, ഇൻഫർമേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. എൻ്റെ അടുത്തുള്ള വാല്യൂസ് അവർക്ക് കൊടുക്കുന്നു. ഞാൻ ജെന്യൂനായിട്ട് ചിന്തിക്കുന്നത് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമാണ്. എനിക്ക് നിങ്ങളെ ലൈക്ക് വന്നാലോ കമൻറ്റ് വന്നാലോ അല്ല ആരെങ്കിലും ഇംപ്രസ് ചെയ്യിക്കണമോ എന്നുള്ളൊരു മോഡേ പറ്റില്ല. ജെന്യൂൻലി സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ ഹെൽപ്പിംഗ് അതേഴ്സ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മേക്ക് എ കോണ്ടന്റ് ക്രിയേഷൻ ഈസ് എ ഡെയിലി ഹാബിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് രാവിലെ എണീച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നു, ഇതൊരു ഹാബിറ്റാണ്. ഇവിടെ നമുക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇതേപോലെ കോണ്ടന്റ് മാറ്റണം. നിങ്ങൾ ഇന്ന് കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ പേഴ്സണൽ ബ്രാൻഡ്സും ഇവരിങ്ങനെ ഒരു ഹാബിറ്റായിട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് അവർ ഇന്ന് കാണുന്ന റീച്ചിലേക്ക് എത്തിയത്. നമ്മൾ പലപ്പോഴും തുടക്കത്തിൽ നമുക്കിത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പെർഫെക്ഷനും നോക്കാതെ ഇത് ഡെയിലി നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഓവർ ദ ടൈം നമുക്ക് മോട്ടിവേഷൻ വരും. കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോഴും പെർഫെക്ഷനിലേക്കൊക്കെ നമ്മൾ എത്തും. പക്ഷേ ആദ്യം നമ്മളിതൊരു ഹാബിറ്റ് ആക്കിയിട്ട് കുറച്ചെങ്കിലും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും സമയം മാറ്റിവെച്ച് ചെയ്യുക. ഇത് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. നാലാമത്തെ പോയിന്റ് റെഡ്യൂസ് കൺസംഷൻ ഇൻക്രീസ് ക്രിയേഷൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും കൺസ്യൂമറായിട്ട് സ്ക്രോൾ ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നമുക്കൊരു റിസർച്ച് അക്കൗണ്ട് എന്ന അക്കൗണ്ടിന് പേര് കൊടുക്കാം. നിങ്ങളുടെ നിഷിലുള്ള നിങ്ങളുടെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മാത്രം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാല്യൂ കിട്ടുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ വാല്യൂസ് കിട്ടുന്നത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുകയും ഇവിടെ നിന്ന് നിങ്ങൾ ഇൻസ്പിറേഷൻ എടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്രിയേഷൻ മോഡിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ നിങ്ങളൊരു നേരിട്ട് ബന്ധമില്ലാത്ത നിങ്ങളുടെ സമയം കളയുന്ന യാതൊന്നിലും കൺസംഷൻ ചെയ്യാതിരിക്കുക. അതൊരു ബിഗ് നോ പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. എങ്കിലും മാത്രമേ നമുക്കൊരു ക്രിയേറ്റർ ആവാൻ പറ്റുള്ളൂ. എനിക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് ആക്സെപ്റ്റ് ഇൻപെർഫെക്ഷൻ എന്നുള്ളതാണ്. നമുക്കെല്ലാവരും, ഞാനടക്കം എത്രയോ കാലം വെയിറ്റ് ചെയ്തിരുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങുക എന്നുള്ളത്. പെർഫെക്റ്റ് എന്നുള്ളൊരു മൊമെൻറ്റ് ലൈഫിൽ ഒന്നിനുമില്ല, ഒരു പ്രൊഡക്റ്റിനും ഒരു സർവീസിനുമില്ല. നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആക്കി കൊണ്ടുവന്നാലും അതിന് കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും. ലോകത്തൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. ഓവർ ദ ടൈം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി നിങ്ങൾ ചെറിയ പ്രോഗ്രസ്സിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് എ ബിഗിനർ ആഫ്റ്റർ സം ടൈംസ് യു ബിക്കം എ മാസ്റ്റർ. അവിടെ നിങ്ങൾ മാസ്റ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെർഫെക്ഷൻ അവിടെ നിങ്ങൾ വന്നു ചേരും. പെർഫെക്ഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ വെയിറ്റ് ചെയ്തെടുത്ത് ഇരുന്ന് പോകും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല. ഇന്ന് ഈ കാര്യങ്ങളിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് കം ടു എ ക്രിയേറ്റർ മോഡ്. നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ടോപ്പിക്കിൽ, നിങ്ങൾ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു നിഷിൽ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും സെല്ല് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യു ക്യാൻ ബിൽഡ് യുവർ പേഴ്സണൽ ബ്രാൻഡ്.
നിങ്ങൾ ഇന്ന് മുതൽ ഒരു കൺസ്യൂമർ അല്ല, ഒരു ക്രിയേറ്ററാണ്. ഒരു പർപ്പസ് ഉള്ള, ഒരു ഗോളുള്ള ഒരു ക്രിയേറ്ററായിട്ട് മാറി നിങ്ങളെ യാത്ര തുടരുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും, തീർച്ച.